മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ എന്ന NGO രജിസ്ട്രേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ലാഭേച്ഛയില്ലാത്ത ഇന്ത്യൻ കമ്പനി പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ജനുവരി 1-2 തീയതികളിൽ കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ചാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷന്റെ ഭാരവാഹികളാണ്. ഞാൻ അബ്ദുള്ള മാഞ്ചേരി, അതിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഹരി, പ്രിയ, സൈമൺ ആൻഡ് രശ്മി. ജനുവരി 1-2 തീയതികളിൽ കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. വയനാട് AI ഡാറ്റാ സെൻറ്റർ പാർക്കിൻ്റെ പ്രഖ്യാപനം അതോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. പ്രഥമ ഗ്ലോബൽ മലയാളി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റും ഗ്ലോബൽ മലയാളി രത്ന പുരസ്കാരവും വിതരണം ചെയ്യപ്പെടുന്നതാണ്. മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ എന്ന NGO രജിസ്ട്രേഷനുകൂടി പ്രവർത്തിക്കുന്ന ലാഭേച്ഛയില്ലാത്ത ഇന്ത്യൻ കമ്പനി ജനുവരി 1-2 തീയതികളിൽ കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഫെസ്റ്റിവലിലേക്ക് എല്ലാ മലയാളികൾക്കും പ്രവേശനം ഉണ്ടായിരിക്കും. ഫെസ്റ്റിവലിലെ പ്രധാന പരിപാടികൾ: ജനുവരി 1 വൈകുന്നേരം ഗ്ലോബൽ പ്രതിനിധികൾ ചേർന്നുള്ള പുതുവത്സര ആഘോഷം. ജനുവരി 2 പകൽ മുഴുവൻ പ്രഥമ ഗ്ലോബൽ മലയാളി വ്യാപാര നിക്ഷേപ സംഗമം. അതിൻ്റെ ഭാഗമായി വിവിധ സെഷനുകൾ. രാവിലെ സെഷനിൽ വിദേശ ബിസിനസ് പ്രതിനിധികൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ, മലയാളി ബിസിനസ് നേതാക്കളോടൊപ്പം പ്രസന്റേഷനുകൾ നടത്തപ്പെടും. ഉച്ച കഴിഞ്ഞുള്ള സെഷൻ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സാങ്കേതിക വിദ്യയിലും IT സ്റ്റാർട്ടപ്പ് കമ്പനികളുമായിരിക്കും. വൈകുന്നേരത്തെ പൊതുസമ്മേളനത്തിൽ 16 ഗ്ലോബൽ മലയാളികളെ വിവിധ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്ലോബൽ മലയാളി രത്ന അവാർഡുകൾ നൽകി ആദരിക്കും. ലൈഫ് ടൈം ബിസിനസ്, മലയാളി സമൂഹത്തിനുള്ള സംഭാവനകൾ, ഇക്കണോമി, ഫിനാൻസ്, എഞ്ചിനീയറിംഗ്, സയൻസ്, ടെക്നോളജി, രാഷ്ട്രീയം, സാമൂഹ്യ സേവനം, വ്യാപാരം, ബിസിനസ്, സാഹിത്യം, കല, സാംസ്കാരിക തുടങ്ങിയ മേഖലകളിൽ നേട്ടങ്ങൾ പരിഗണിച്ചാണ് അംഗീകാരം നൽകുന്നത്. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഗ്ലോബൽ മലയാളി സംഘടനയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് വയനാട് ബേസ് ചെയ്തിട്ട് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള AI ആൻഡ് ഡാറ്റാ സെൻറ്ററിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും നടത്തപ്പെടുന്നതാണ്. 3rd ഫേസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേന് 200 ഏക്കർ സ്ഥലത്ത് AI ഡാറ്റാ സെൻറ്ററും കമ്പ്യൂട്ടിങ്ങും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളും കൂടിയിട്ടുള്ള ഡാറ്റാ സെൻറ്റർ, അതോടൊപ്പം AI ട്രെയിനിങ് സെൻറ്റർ, പിന്നെ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ലിവിങ് ഏരിയകൾ ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അടുത്ത് ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഉണ്ട്, ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ലാൻഡും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി ചെയ്യാനാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഏജൻസികളായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട്.